കന്യാസ്ത്രീകളുടെ അറസ്റ്റിൽ ആലപ്പുഴ മതിലകത്ത് പ്രതിഷേധം. അസീസി സിസ്റ്റേഴ്സ് ഓഫ് മേരി ഇമ്മാക്കുലേറ്റ് സന്യാസ സഭയിലെ സിസ്റ്റർമാരാണ് പ്രതിഷേധ പ്രകടനം നടത്തുന്നത്. വിവരങ്ങളുമായി അശ്വിൻ പാലാഴി. അശ്വിൻ, തിരുവസ്ത്രമിട്ട ഈ സന്യാസ സഭയിൽപ്പെട്ടവർ അല്ലെങ്കിൽ കന്യാസ്ത്രീകൾ അല്ലെങ്കിൽ ഈ പറയുന്ന അച്ഛന്മാർ പോലും അങ്ങനെ പ്രതിഷേധങ്ങൾ നടത്തി, അത് സ്വാഭാവികമല്ല, സാധാരണമല്ല. ഈ പോയ ദിവസങ്ങളിലൊക്കെ നമ്മുടെ തെരുവുകളിൽ അത് സാധാരണമായി തന്നെ നടക്കുന്നത് പോലെ ഉണ്ടാവുന്നു. അത് അസാധാരണമായ സാഹചര്യമാണ്. അശ്വിൻ, എപ്പോഴാണ് പ്രതിഷേധം തുടങ്ങിയത്? ആരാണ് നേതൃത്വം? എങ്ങനെയാണത് പുരോഗമിക്കുന്നത്? അശ്വിൻ. ഹാഷ്മി, അല്പസമയം മുമ്പാണ് ഈ സന്യാസിനി സഭയുടെ ആസ്ഥാനത്ത് നിന്ന്, ചേർത്തലയിലെ ആസ്ഥാനത്ത് നിന്ന് ഈ പ്രതിഷേധ പ്രകടനം ആരംഭിച്ചത്. അത് കന്യാസ്ത്രീകളുടെ സഭയായ അസീസി സിസ്റ്റേഴ്സ് ഓഫ് ഇമാക്കുലേറ്റ് സന്യാസിനി സഭയാണ്. ഈ സഭയുടെ അംഗങ്ങളാണ് നിലവിൽ ഛത്തീസ്ഗഡിലെ ജയിലിൽ കഴിയുന്ന രണ്ടുപേരും. അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് അവരെ വിട്ടുകിട്ടണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന വലിയ വിഭാഗം കന്യാസ്ത്രീകൾ ഇപ്പോൾ തെരുവിലേക്ക് ഇറങ്ങിയിരിക്കുന്നത്. അവരുടെ പ്രതിഷേധം അത് വലിയ തോതിൽ ഉണ്ടാകുന്നു. ഒപ്പം ഈ കന്യാസ്ത്രീകൾക്ക് പുറമെ വിവിധ സ്ഥാപനങ്ങളിൽ, അസീസി സഭയുടെ കീഴിലുള്ള വിവിധ സ്ഥാപനങ്ങളിൽ ജോലിയെടുക്കുന്ന ആളുകൾ പോലും ഈ പ്രതിഷേധത്തിന്റെ ഭാഗമാവുകയാണ്. സിസ്റ്ററെ, വലിയ പ്രതിഷേധത്തിലേക്കാണല്ലേ? എന്താ നമ്മുടെ ആവശ്യം? അവരെ ഇങ്ങോട്ട് കിട്ടണം, എൻ്റെ പിള്ളേരെ ഇങ്ങോട്ട് കിട്ടണം, അത്രയുള്ളൂ. ഹാഷ്മി, ഇതാണ് വളരെ പ്രായമായ കന്യാസ്ത്രീകൾ പോലും ഈ സമരത്തിന്റെ ഭാഗമാവുകയാണ്. അത് അവരുടെ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ആ പ്ലക്കാർഡുകളടക്കം ഉയർത്തിയാണ് നിലവിൽ ഈ പ്രതിഷേധം തുടരുന്നത്. ഇത് ഏകദേശം കിലോമീറ്ററുകൾ നീളുന്ന റാലിയാണ്. ഇപ്പോൾ ചെറിയ തോതിൽ മഴ പൊടിയുന്നുണ്ട്. ആ മഴയത്തും അവരുടെ പ്രതിഷേധം നമുക്ക് കാണാം. എത്രത്തോളം വൈകാരികമായാണ് എന്നുള്ള കാര്യം കൂടി എന്തായാലും അവരുടെ മറുപടികൾ. എന്തോ ആ അമ്മയ്ക്ക് എന്തോ ബ്രീത്തിങ് പ്രോബ്ലം, ആസ്മ പോലെ എന്തോ ബ്രീത്തിങ് പ്രോബ്ലം ഉണ്ടെന്ന് തോന്നുന്നു. കാര്യം അത്രയ്ക്ക് അണയ്ക്കുന്നുണ്ട്. പ്രായമുള്ള കന്യാസ്ത്രീമാരുണ്ട്. കഷ്ടമാണ് അശ്വിൻ, അത് കാണുന്നതിന് സങ്കടമാണ്. തീർച്ചയായും ഹാഷ്മി, അതായത് പലവിധ അസുഖങ്ങൾ ബാധിച്ച ആളുകൾ ഒക്കെ ഈ പ്രതിഷേധത്തിന്റെ ഭാഗമാകുന്നുണ്ട്. നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന കന്യാസ്ത്രീ, ഹാഷ്മി പറഞ്ഞതുപോലെ തന്നെ സിസ്റ്ററെ, അസുഖങ്ങളൊക്കെ ഉള്ളതാണ്. അതെ അതെ, വാദം പിടിച്ച് കിടക്കണ്ട. തെരുവിലിറങ്ങുന്നത് അവർക്ക് വേണ്ടിയാണ്. അവർക്ക് വേണ്ടി. അതാണ് ഹാഷ്മി, വാദം രോഗം പിടിപെട്ട ഒരു സിസ്റ്ററാണ്. അവരും ഈ അസുഖങ്ങൾ മറന്ന് തങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി, രണ്ട് കന്യാസ്ത്രീകൾക്ക് വേണ്ടി ഈ കോരിച്ചൊരിയുന്ന മഴയിലും തെരുവിലേക്ക് ഇറങ്ങുന്ന കാഴ്ച അത് നമുക്ക് ചേർത്തലയിൽ നിന്ന് ഈ അസീസി സിസ്റ്റർമാരുടെ പ്രതിഷേധത്തിൽ നിന്ന് കാണാനാകുന്നുണ്ട്. അവർ മാത്രമല്ല, ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിവിധ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന കുഞ്ഞു കുട്ടികളടക്കം ഈ സമരത്തിൻ്റെ, ഈ പ്രതിഷേധത്തിൻ്റെ ഭാഗമാകുന്നുണ്ട്. അവരുടെ കൈകളിൽ അവരുടെ പ്രതിഷേധം രേഖപ്പെടുത്തിയ പ്ലക്കാർഡുകളുണ്ട്. അതിൽ എന്താണ് ആ പ്രതിഷേധത്തിൻ്റെ കാരണം എന്നുള്ളതൊക്കെ പറയുന്നുണ്ട്. ഇതാ നമുക്ക് പ്രായമായ ഒരുപതി സിസ്റ്റർമാരുണ്ട്. സിസ്റ്ററെ, എന്താണ് ഈ പ്രതിഷേധത്തിലാണല്ലേ? അതെ, തീർച്ചയായിട്ടും. ഈ പ്രായത്തിലും ഈ മഴയത്തും പ്രതിഷേധത്തിന് ഇറങ്ങുന്നത് അതുകൊണ്ടാണ്. അത് തീർച്ചയായിട്ടും ഞങ്ങളുടെ സിസ്റ്റേഴ്സിൽ ഞങ്ങളുടെ മംഗളം. സാധാരണ ഹാഷ്മി പറയുമ്പോൾ അവരുടെ കണ്ണുകൾ നിറയുന്നുണ്ട്. നമുക്ക് കാണാം ഈ സിസ്റ്റർ ഇതാ കരയുകയാണ്. ആ കാര്യത്തിലേക്ക് പോകുമ്പോൾ കണ്ണുകൾ നിറഞ്ഞ് ഒഴുകുന്ന കാഴ്ച നമുക്ക് കാണാനാവുന്നുണ്ട്. അങ്ങനെ വൈകാരികമായ പ്രതിഷേധം, അതിനൊപ്പം തന്നെ വൈകാരികത കൂടി നിറഞ്ഞ ഒരു പ്രതിഷേധ സംഗമം, ഒരു പ്രതിഷേധ റാലിയാണ് ഇപ്പോൾ ചേർത്തലയിൽ നടക്കുന്നത്. ഈ അസീസി സിസ്റ്റർമാരുടെ സഭയുടെ ആസ്ഥാനം, അതിൻ്റെ ഒരു ഭാഗം ചേർത്തലയിലാണ്. ആ രണ്ട് സിസ്റ്റർമാർ, വന്ദനയും പ്രീതിയും, രണ്ട് സിസ്റ്റർമാരും ഈ സഭയുടെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും വലിയ വൈകാരികമായ പ്രതിഷേധങ്ങൾ, വൈകാരികമായ കാഴ്ചകളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് കാണാനാകുന്നുണ്ട്. നമുക്ക് ഈ മാർച്ചിൻ്റെ പിറകിലേക്കൊക്കെ പോയാൽ നേരത്തെ കണ്ടതുപോലെ പല പ്രായത്തിലുള്ള, പല വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഒക്കെ ഇതിൻ്റെ ഭാഗമായുണ്ടാകും. സിസ്റ്റർ, നമ്മൾ ആ പ്രതികരണം തേടി സിസ്റ്റർ ഇപ്പോഴും ആ ഒരു വൈകാരികതയിൽ തന്നെ നിൽക്കുകയാണ്. ഇവരെ സിസ്റ്റർ നേരിട്ടറിയാവുന്നതാണോ? രണ്ട് എൻ്റെ നോവിസസ് ആയിരുന്നു. ഞാൻ നോക്കിയ പിള്ളേരവർ സിസ്റ്റർ ആകാനായിട്ട് ഞാൻ തന്നെയാണ് നോക്കിയത്, അവരെ പഠിപ്പിച്ചത്. പക്ഷെ അതൊന്നും ശരിയല്ല. എനിക്കറിയാം, എൻ്റെ പിള്ളേരാണ്, എനിക്കറിയാം. സാഷ്മി, അതാണ് ഇതാ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ പ്രതിഷേധ മാർച്ച് അവരുടെ പ്രതിഷേധം ഇരമ്പുന്നു, വൈകാരികമാകുന്നു. അതിനിടെ വലിയ ശക്തമായ മഴയുമുണ്ട്. ആ അസുഖങ്ങളെയും പ്രായത്തെയും ഒക്കെ തോൽപ്പിച്ചവർ അവരുടെ കൂടപ്പിറപ്പുകൾക്ക് വേണ്ടി, അവരുടെ കുട്ടികൾക്ക് വേണ്ടി, അവരുടെ സഹപ്രവർത്തകർക്ക് വേണ്ടി ഇതാ സമരത്തിനിറങ്ങുകയാണ്. ആ കാഴ്ചകളാണ് കാശ്മീർ ചേർത്തലയിൽ നമുക്ക് കാണാനാവുന്നത്. അശ്വിൻ പാലാഴിയാണ് വാർത്തയുടെ വിവരങ്ങൾ. നമ്മളങ്ങനെ ഇങ്ങനെ തിരുവസ്ത്രമിട്ട ഉള്ള ഒരു പ്രതിഷേധ റാലികളൊന്നും നമ്മളങ്ങനെ കാണാറില്ല. അവരങ്ങനെ ഇറങ്ങാറുമില്ല അങ്ങനെ പ്രതിഷേധത്തിനായിട്ടൊന്നും. ഇത് പ്രതിഷേധത്തിനായിട്ട് ഇറങ്ങുന്ന അവരുടെ കൂടപ്പുറപ്പുകൾ, അവരുടെ ചോര എന്നൊക്കെ പറയുന്നത് പോലെ അത്രത്തോളം വൈകാരികമാകുന്നതുകൊണ്ടാണ്. അത്രയും പ്രായമുള്ള അവസ്ഥയിലും രോഗാവസ്ഥയിലും വാദം ഒക്കെ പിടിച്ച ഒരമ്മ കൂട്ടത്തിലുണ്ടായിരുന്നു. അവർ കരയുകയാണ്, സങ്കടപ്പെടുകയാണ്.
അവർക്ക് നേരിട്ട് അറിയാവുന്നവരാണ് ഈ രണ്ടുപേർ ഛത്തീസ്ഗഡിൽ ജയിലിൽ കിടക്കുന്നവർ. ഏതെങ്കിലും തരത്തിൽ പ്രതീക്ഷയുടെ ഒരു വെള്ളിവിളിച്ച് ഇപ്പോഴും കാണുന്നില്ല. ജാമ്യം കിട്ടും എന്ന് ഏതെങ്കിലും തരത്തിൽ ഉറപ്പ് ഇപ്പോഴും കിട്ടുന്നില്ല. മാത്രമല്ല ജാമ്യം കിട്ടാതിരിക്കാൻ വകുപ്പിന് ഭാഗത്തിലുള്ള വലിയ വകുപ്പുകൾ അവരുടെ തലയിൽ അവരുടെ ചുമത്തിയാണ് എഫ്ഐആർ ഉണ്ടായിരിക്കുന്നതും. അപ്പോൾ അതിൻ്റെയൊക്കെ സങ്കട വൈകാരികത, ഏതെങ്കിലും തരത്തിൽ വലിയ മുദ്രാവാക്യങ്ങളോ വലിയ പ്രതിഷേധത്തിൻ്റെ രൂപങ്ങളോ അതിൽ കാണാനില്ലെങ്കിൽ കൂടിയും അവരുടെ കണ്ണുനീർ അത് വലിയ പ്രതിഷേധമാണ്. അത് പൊള്ളിക്കാൻ ഇപ്പോൾ നേരത്തെ ജോർജ് ഊരിനൊക്കെ പരിഹസിക്കുന്ന ജോർജ് ഊരിനൊക്കെ കാണേണ്ടതാണ് ആ കണ്ണുനീർ. കാര്യം ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ മാധ്യമങ്ങളെ പരിഹസിച്ച് ജോർജ് ഊരിൻ്റെ ഒരു പ്രതികരണം നമ്മൾ കണ്ടിരുന്നു. അപ്പോൾ അവർ അതിനൊക്കെയുള്ള മറുപടിയാണ് ഈ കണ്ണുനീർ. കാണേണ്ടവർ കാണട്ടെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.